ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. നമ്മളിവിടെ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. കോമൺ ആണ്, നമ്മൾ ഈ വെള്ളക്കടല വെച്ചിട്ടുള്ള കറിയാണ്. ഞാൻ ഒരു ഡിഫറെൻറ്റ് വേയിലാണ് ഈ കറി വയ്ക്കുന്നത്. എന്ന് വെച്ചാൽ അതിന് വേണ്ട സാധനങ്ങൾ കോമൺലി സബോള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ തക്കാളി. അപ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിക്കും. നമുക്ക് വെളിച്ചെണ്ണ ഇവിടെ തണവായതുകൊണ്ട് നമ്മൾ കുപ്പിയിൽ നിന്ന് ഒഴിക്കുമ്പോൾ കിട്ടുന്നില്ല. സ്പൂണൊക്കെ എടുത്ത് കുത്തി കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ആദ്യം തന്നെ നമ്മൾ തക്കാളി നല്ല രീതിക്ക് വഴറ്റിയെടുക്കും കേട്ടോ. എന്ന് വെച്ചാൽ നോർമലി ഇവിടെ ആദ്യം ഒണിയനാണ് വഴറ്റിയെടുക്കാറ് എല്ലാ കറി വയ്ക്കുമ്പോഴും. പക്ഷേ ഇന്നൊരു ഡിഫറെൻറ്റ് വേയിൽ വെക്കണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. പിന്നെ ഞാൻ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ഒണിയനും അതുപോലെ ജിഞ്ചറും ചില്ലിയും ഗാർലിക്കും എല്ലാം കൂടിയിട്ട് നമ്മളൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കും കേട്ടോ. നല്ല പേസ്റ്റാക്കിയിട്ട് അടിച്ചെടുക്കും. അത് നമ്മൾ തക്കാളി ഇങ്ങനെ നന്നായി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും നന്നായി വഴറ്റിയെടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ എന്നിട്ട് വേണം നമ്മൾ മസാലപ്പൊടികളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. നോർമലി മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചില്ലി പൗഡർ, കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടാൽ. ഗരം മസാല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതാണ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്യാം. പിന്നെ ഒരു ലാസ്റ്റ് ഒരു ഇൻഗ്രീഡിയൻറ്റ് കൂടെ ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുള്ള ഈ ചിക്ക് പീസ് ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് മിക്സിയിൽ കുറച്ചെടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ ഒരു പേസ്റ്റ് കിട്ടും. അപ്പോൾ കറിക്ക് ഒരു നല്ല തിക്നെസ് കിട്ടും. അപ്പോൾ നമുക്ക് തേങ്ങ അരയ്ക്കാതെ തന്നെ തേങ്ങ അരച്ച കറി പോലെ നമുക്ക് തോന്നും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണത് നല്ലതായിരിക്കും. ഇടയ്ക്കൊക്കെ ഒന്നൊരു വെറൈറ്റി ആരാഗ്രഹിക്കാത്ത അല്ലേ? അപ്പോൾ നമുക്ക് ഈ ചിക്ക് പീസ് കറിയുടെ ഒപ്പം നമുക്കുണ്ടായിരുന്നത് നൂലപ്പായിരുന്നു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ആവി കയറ്റി എടുത്തു. കുറച്ച് നേരം അടച്ച് വെച്ച് ഒന്ന് കറി വേവിക്കണം കേട്ടോ. പിന്നെ ഞാൻ കഴിക്കാനായിട്ട് നൂലപ്പവും കറിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത് വന്നിരുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും ജാനി എണീറ്റ് വന്നു, ബ്രഷ് ചെയ്ത് വന്നതാട്ടോ. അപ്പോൾ അവൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് അപ്പോൾ അവൾക്ക് വേണമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ അവളാണെങ്കിൽ അവൾക്ക് ഇഷ്ടമായി. അവൾ പിന്നെയും വിചാരിച്ച് കഴിക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം.